ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ബോണി. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. കഥ മാത്രമല്ല, അവസാനം കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ജർമ്മൻ നാടോടിക്കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. പണ്ട് വളരെ പണ്ട് ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും കഥയാണിത്. ഈ രാജാവിൻ്റെ ഭാര്യ ജന്മം നൽകിയത് ഒരാൺകുഞ്ഞിന് മാത്രമാണ്. പക്ഷെ എന്തു പറയാൻ, ദുർഭാഗ്യം എന്നല്ലാതെ ആ പുത്രനെ ദുഷ്ടയായ ഒരു മന്ത്രവാദിനി ശപിച്ചു. നീ ഒരു കാട്ടുപന്നിയാകട്ടെ, അങ്ങനെ ശപിച്ചു. അങ്ങനെ ഒരു കാട്ടുപന്നിയായി മാറിയ മകനെ ഓർത്ത് രാജാവും രാജ്ഞിയും വളരെയധികം ദുഃഖിച്ചു. പക്ഷെ എന്തു ചെയ്യാം, സംഭവിച്ചത് തന്നെ. അവർ അവരുടെ പന്നിമകനെ സ്നേഹത്തോടെ വളർത്തി. അവൻ കൊട്ടാരത്തിനകത്തും പുറത്തുമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓടി നടന്നു. അവൻ യാതൊരു വികൃതികളും കാണിക്കാതെ നല്ല കുട്ടിയായി തന്നെ വളർന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വളരെ ദൂരെയല്ലാതെ ഒരു പ്രഭു താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ടായിരുന്നു. 3 പേരും സുന്ദരികളായിരുന്നു. ഒരു ദിവസം രാജാവിൻ്റെ പന്നിമകൻ കൊട്ടാരം വിട്ട് വെളിയിൽ കുറേ ദൂരം ഓടി. ചെന്നെത്തിയത് പ്രഭുവിൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ഉദ്യാനത്തിലാണ്. അവിടെ പൂച്ചട്ടികളുടെ നടുവിൽ ഉലാത്തിക്കൊണ്ടിരുന്ന പ്രഭുവിൻ്റെ സുന്ദരിയായ മൂത്ത മകളെ കാണാനിടയായി. പന്നിക്ക് ആ പ്രഭുകുമാരിയെ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നേരം അവളെ തന്നെ നോക്കി നിന്ന പന്നികുമാരന് ആ സുന്ദരിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ പടർന്നു പിടിച്ചു. തിരികെ കൊട്ടാരത്തിലെത്തിയ കുമാരൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അടുത്ത വീട്ടിലെ പ്രഭുകുമാരിയെ കല്യാണം കഴിക്കണം. അച്ഛൻ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം. രാജാവ് മകനെ അങ്ങനെ ഒരു വിവാഹം സാധ്യമാവുകയില്ലെന്ന് പല വിധത്തിലും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ കുമാരൻ സമ്മതിക്കാൻ തയ്യാറായില്ല. അച്ഛനല്ലേ ഇവിടുത്തെ രാജാവ്, അച്ഛൻ നിർബന്ധമായി പറഞ്ഞാൽ ആ പ്രഭുവിന് സമ്മതിക്കാതിരിക്കാൻ കഴിയുകയില്ല. അവൻ വാശിയോടെ പ്രതികരിച്ചു. വേറൊരു പോംവഴികളൊന്നുമില്ലാതെ രാജാവ് ഒരു ദൂതനെ ദൗത്യവുമായി പ്രഭുവിൻ്റെ അടുത്തേക്ക് അയച്ചു. വളരെ നേരത്തെ സംഭാഷണത്തിന് ശേഷം രാജാവിൻ്റെ ദൗത്യം പാടെ നിരസിക്കാൻ പാടില്ല എന്ന നിർബന്ധം കൊണ്ട് മാത്രം പ്രഭു തൻ്റെ മൂത്ത പുത്രിയെ പന്നിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പ്രഭുകുമാരിക്ക് ആ വിവാഹത്തിന് അല്പം പോലും ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും അടുത്തൊരു ദിവസം ആർഭാടമായി ആ വിവാഹം നടന്നു. വിവാഹശേഷം വൈകിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയ സമയത്ത് പ്രഭുകുമാരിയും അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരുന്ന കിടപ്പുമുറിയിൽ ഉറങ്ങാൻ കിടന്നു. കൂടെ വന്ന പന്നികുമാരനും കട്ടിലിൽ കയറി കിടന്നപ്പോൾ യാദൃശികമായി അവൻ്റെ കാലുകൾ പ്രഭുകുമാരിയുടെ കഴുത്തിൽ തട്ടാനിടയായി. പന്നിയുടെ കാലല്ലേ, അത് കഴുത്തിൽ ശക്തിയായി തട്ടിയത് കാരണം കുമാരിയുടെ കഴുത്ത് ഉടഞ്ഞ് കുമാരി ദയനീയമായി മരിച്ചു. വിവരമറിഞ്ഞ് എല്ലാവരും ദുഃഖിച്ചു. കാലം കടന്നുപോയി. നടന്നതെല്ലാം എല്ലാവരും മറന്നു തുടങ്ങിയിരുന്നു. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് ഒരു ദിവസം പണ്ടത്തേതുപോലെ കൊട്ടാരത്തിനു ചുറ്റും ഓടി നടന്ന രാജകുമാരൻ പ്രഭുവിൻ്റെ 2ാമത്തെ പുത്രിയെ കാണാനിടയായി. വീണ്ടും ചരിത്രം ആവർത്തിച്ചു. എല്ലാം പഴയതുപോലെ. ആ പ്രഭുകുമാരിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന രാജകുമാരൻ്റെ നിർബന്ധം, വാശി, നിവൃത്തിയില്ലാതെ സമ്മതമില്ലാതെ നടന്ന വിവാഹം, പന്നിയുടെ കട്ടിലിലേക്കുള്ള ചാടിക്കയറ്റം, കുമാരിയുടെ ദുഃഖകരമായ മരണം. ദുഃഖം സഹിക്കവയ്യാതെ പ്രഭു രാജാവിനോട് പറഞ്ഞു, അങ്ങ് കേട്ടാലും എനിക്കിനി ഒരു മകളേ ഉള്ളൂ. അവളാണെങ്കിൽ വളരെ ചെറിയ പ്രായവും വിടരാൻ തുടങ്ങുന്ന ഒരു പുഷ്പം മാത്രം. അങ്ങയുടെ പുത്രനെ ഈ രാജ്യത്തിൽ നിന്ന് നാട് കടത്തിയില്ലെങ്കിൽ എൻ്റെ ഇളയ പുത്രിയെയും എനിക്ക് നഷ്ടപ്പെടും. അതെ, ശരിയാണ്, ഞാനും സമ്മതിക്കുന്നു. രാജാവ് സമ്മതിച്ചു. കൂടാതെ രാജാവ് ദുഃഖത്തോടെയാണെങ്കിലും പന്നിമകനെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ച് ദൂരെയുള്ള വനത്തിൽ വിടുകയും ചെയ്തു. പ്രഭുവിൻ്റെ ഇളയപുത്രി സുന്ദരിയും സൽസ്വഭാവിയുമായിരുന്നു. അവളുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിലെ
അനിഷ്ട സംഭവങ്ങൾ കുറേശ്ശെ മറക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രഭു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ഒരു ഉല്ലാസയാത്ര പോയി. പോയത് വനപ്രദേശത്തിനടുത്തുള്ള ഒരു തുറന്ന ഉദ്യാനത്തിലേക്കായിരുന്നു. വിവിധ തരത്തിലുള്ള ധാരാളം പൂക്കൾ നിറഞ്ഞ ആ ഉദ്യാനം കുമാരിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ അവിടെയുള്ള പുഷ്പങ്ങൾ ഓരോന്നായി നോക്കി നോക്കി വളരെ ദൂരം നടന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വനപ്രദേശത്ത് ലക്ഷ്യബോധമില്ലാതെ ഓടി നടന്ന പന്തികുമാരൻ പ്രഭുകുമാരിയെ കാണാനിടയായി. അവന് അവളെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. മറ്റൊന്നും ആലോചിക്കാതെ കുമാരൻ ഓടിച്ചെന്ന് കുമാരിയെ തൂക്കിയെടുത്ത് വനത്തിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. മാതാപിതാക്കളും ഭൃത്യജനങ്ങളും കുമാരിയെ എല്ലായിടത്തും തിരഞ്ഞു. പക്ഷേ പ്രയോജനമുണ്ടായില്ല. നിരാശരും ദുഃഖിതരുമായി അവർ മടങ്ങി. പന്നികുമാരിയെ കൊണ്ടുപോയത് നിബിഡമായ വനത്തിനുള്ളിൽ ഒരു ഗുഹയിലേക്കാണ്. അവിടെ അവൾക്കായി ധാരാളം പൂക്കൾ വിരിച്ച ഒരു മെത്ത അവൻ ഒരുക്കി. കൂടാതെ അവൾക്ക് കഴിക്കാനായി പലതരം പഴങ്ങളും ധാരാളം തേനും കൊണ്ടുവന്നു. കുമാരിയോട് അവൻ സ്നേഹത്തോടെ പറഞ്ഞു, പ്രിയമുള്ള പ്രഭുകുമാരി, ഞാൻ നിന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കുകയില്ല. ഈ പഴങ്ങളും തേനും കഴിച്ചതിന് ശേഷം നീ വിശ്രമിക്കുക. ക്രമേണ കുമാരിയുടെ മനസ്സിലെ ഭയം മാറിത്തുടങ്ങി. അവൾ ചില പഴങ്ങളും കുറച്ചു നേരം തേനും കഴിച്ചു. പിന്നീട് അവൾ മെല്ലെ പന്തികുമാരൻ്റെ ദേഹത്ത് തൻ്റെ വിരലുകൾ കൊണ്ട് തൊട്ടുനോക്കി. അവൾ ചോദിച്ചു, ഞാൻ പേടിച്ചുപോയി. നീ എന്തിനാണിങ്ങനെ ബലമായി എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നത്? ഹോ, അതെനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്. കുമാരി അവൻ്റെ ദേഹത്ത് സ്വന്തം വിരലുകൾ മെല്ലെ ഒടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ രോമങ്ങൾ നല്ല മാർദ്ദവമുള്ളതായിട്ടുണ്ട്. അവൻ അവളുടെ കൈ തൻ്റെ കൈകളിലെടുത്ത് ഉള്ളം കൈയിൽ ഒന്നുമ്മ വെച്ചു. പിന്നീട് അവൻ കരയാൻ തുടങ്ങി. അവൾ അന്വേഷിച്ചു, നീ എന്തിനാ കരയുന്നത്? എനിക്ക് കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനൊരു ശാപം കിട്ടിയവനാണ്. ശാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ വിഷമമല്ലേ? അവൻ്റെ കരച്ചിലും വിഷമവും കണ്ട് അവൾക്ക് സങ്കടം തോന്നി. അവൾ ചോദിച്ചു, ഏത് ശാപത്തിൻ്റെ കാര്യമാണ് നീ പറയുന്നത്? ഞാനത് പറയാം. പറഞ്ഞാൽ നീ എന്നെ ശാപമുക്തനാക്കാൻ സഹായിക്കുമോ? നിനക്ക് അതിന് കഴിയും. നീ പറ, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ പറഞ്ഞതിന് ശേഷം നീ വാക്ക് മാറുകയില്ലല്ലോ. ശരി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ വീണ്ടും പറഞ്ഞു, നീ നല്ല സന്തോഷമുള്ള മനസ്സോടെ എന്നെ നിന്റെ ഭർത്താവായി സ്വീകരിക്കണം. നീ അത് ചെയ്യുമോ? ഇത്രയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഞാൻ നിന്നെ എൻ്റെ ഭർത്താവായും സ്വീകരിച്ചിരിക്കുന്നു. അത് കേട്ടതും കുമാരൻ സന്തോഷം കൊണ്ട് മതിമറന്ന് ചാടുകയും നൃത്തം ചെയ്യുകയും അവളുടെ കയ്യിലും നെറ്റിയിലും വീണ്ടും വീണ്ടും ഉമ്മ വയ്ക്കുകയും ചെയ്തു. പിന്നീട് അവൻ കുറേയധികം മൃദുവായ പൂക്കളും പുല്ലും മറ്റും ശേഖരിച്ചു കൊണ്ടുവന്ന് നേരത്തെ ഒരുക്കിയിരുന്ന കിടക്ക കൂടുതൽ വീതിയുള്ളതുമാക്കി. അപ്പോഴേക്കും രാത്രിയായതിനാൽ അവൻ കുമാരിയെ കിടന്നുറങ്ങിക്കൊള്ളാൻ ക്ഷണിച്ചു. അവനും അതേ കിടക്കയിൽ തന്നെ കിടന്നു. അവൻ വേഗം ഉറങ്ങി. കുമാരി ഉറക്കത്തിൽ പതിവില്ലാത്ത അവിശ്വസനീയമായ ഒരു സ്വപ്നം കണ്ടു. ആരോ തന്നോട് ചിലതെല്ലാം ചെയ്യാൻ നിർദ്ദേശിച്ചതുപോലെ. നിർദ്ദേശങ്ങളുടെ ചുരുക്കം ഇതായിരുന്നു: പ്രഭാതത്തിൽ തന്നെ ഉണരണം. ഉണരുമ്പോൾ കിടക്കയുടെ അടുത്ത് ഒരു പന്നിത്തോൽ പുതപ്പ് ചുരുട്ടി വെച്ചിരിക്കുന്നത് കാണാം. ഒട്ടും സമയം കളയാതെ അതെടുത്തുകൊണ്ട് ഗുഹയ്ക്ക് വെളിയിൽ പോകണം. ഗുഹയുടെ വെളിയിൽ കാണുന്ന ഒരു വലിയ പാറക്കല്ലുകൊണ്ട് ഗുഹാദ്വാരം അടയ്ക്കണം. പിന്നീട് ഗുഹയ്ക്ക് വെളിയിൽ കമ്പുകളും ഇലകളും മറ്റും ശേഖരിച്ച് കൂട്ടിയിട്ട് തീ കൊളുത്തണം. തീ ശക്തിയായി ആളിക്കത്തുമ്പോൾ ആ പുതപ്പ് തീയിലിട്ട് എരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഒട്ടും സമയം കളയാതെ വേഗം ചെയ്യണം. പ്രഭാതത്തിൽ തന്നെ ഉണർന്ന കുമാരി ശ്രദ്ധിച്ചു. പന്നി നല്ല ഉറക്കത്തിലായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതുപോലെ കിടക്കയുടെ അരികിൽ പന്നിത്തോൽ പുതപ്പും ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് കുമാരി ആലോചിച്ചു, സ്വപ്നത്തിൽ കണ്ടതുപോലെ പുതപ്പ് അവിടെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്ത് പരീക്ഷിച്ചുകൂടാ? എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. കുമാരി എല്ലാം സ്വപ്നത്തിൽ കണ്ടതുപോലെ ചെയ്തു. പുതപ്പ് തീയിട്ട് കഴിഞ്ഞപ്പോൾ കുമാരൻ്റെ കരച്ചിൽ കേൾക്കാനായി. പക്ഷേ അപ്പോഴേക്കും ഗുഹാദ്വാരത്തിൻ്റെ മുമ്പിൽ വെച്ച കല്ല് നല്ലതുപോലെ ചൂട് പിടിച്ചിരുന്നു. കല്ലിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം കുറേ ബുദ്ധിമുട്ടിയാണെങ്കിലും കുമാരി ആ കല്ല് ഉരുട്ടി മാറ്റി. ഗുഹയിൽ പ്രവേശിച്ച കുമാരി കണ്ടത് തികച്ചും അതിശയിപ്പിക്കുന്ന സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. പന്നികുമാരന് പകരം കുമാരിയെ സഹർഷം സ്വീകരിച്ചത് അതീവ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. കുമാരി, നീ എന്നെ ശാപവിമുക്തനാക്കിയിരിക്കുന്നു. നീ എൻ്റേതാണ്.
എൻ്റേത് മാത്രം, ഞാൻ നിൻ്റേതും. എന്താ അങ്ങനെയല്ലേ? അവർ രണ്ടുപേരും അവിടെ നിന്ന് നേരെ പോയത് കുമാരൻ്റെ കൊട്ടാരത്തിലേക്കാണ്. എല്ലാം കേട്ട രാജാവ് കുമാരിയുടെ മാതാപിതാക്കളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി വിവരങ്ങളെല്ലാം സന്തോഷത്തോടെ അറിയിച്ചു. കുമാരനും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മൂത്ത 2 മക്കളെ ഞാൻ കാരണം നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചതല്ല. അവർ രണ്ടുപേരും എന്നോട് അല്പം സ്നേഹം കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അതെ അതെ ശരിയാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. ഇനി അതൊന്നും ഓർക്കണ്ട മകനെ. അവർ അവനെ ആശ്വസിപ്പിച്ചു, സ്വയം ആശ്വസിച്ചു. എല്ലാവരും ആലോചിച്ച് തീർച്ചയാക്കി ഒരു നല്ല മുഹൂർത്തത്തിൽ കുമാരൻ്റെയും കുമാരിയുടെയും വിവാഹം ആർഭാടമായി നടത്തി. അവർ സുഖമായി ജീവിച്ചു. രാജാവിൻ്റെ മരണത്തിന് ശേഷം രാജാവും രാജ്ഞിയും എന്ന ഔദ്യോഗിക പദവിയിലും വളരെ കാലം ജീവിച്ചു. ഇത്രയുമാണ് കഥ. നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ജർമ്മൻ നാടോടിക്കഥയാണ്. ജർമ്മൻ നാടോടിക്കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ നിന്നെടുത്ത ഒരു ജർമ്മൻ നാടോടിക്കഥ. സാധാരണ പറയുന്ന കഥകൾക്കാട്ടും ഇച്ചിരി വലിപ്പമുള്ളൊരു കഥയായിരുന്നു. കുറച്ച് സമയം കൂടുതലെടുത്തു കഥ പറയാനായിട്ട്. ഇതൊരു സ്നേഹത്തിൻ്റെ കഥയാണല്ലേ. ആരും ഇഷ്ടപ്പെടാത്ത ഒരാളെ സ്നേഹിക്കുന്ന ഒരു രാജകുമാരി. ആ സ്നേഹം അവരുടെ ജീവിതം മാറ്റിമറിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കഥയിൽ സ്നേഹം തന്നെയാണ് പ്രതിപാദിക്കപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ ആ ശക്തിയൊക്കെയാണ് കഥ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. സ്നേഹം വരുമ്പോഴാണ് ത്യാഗവും എന്ത് സാഹസികതയും ചെയ്യാനുള്ളൊരു വെമ്പൽ അല്ലേ. പ്രഭുകുമാരി ഒരു സാഹസിക കൃത്യമാണ് ചെയ്യുന്നത്. തിരസ്കരിക്കപ്പെട്ട ഒരാളെ അയാളോടൊപ്പം ചേരുക, അയാളെ സ്നേഹിക്കുക, അയാളെ കല്യാണം കഴിക്കാമെന്ന് പറയുക, ഇതൊക്കെ വലിയ സാഹസം തന്നെ. മറ്റാരും മടിക്കുന്ന ഒരു കാര്യം ഈ പ്രഭുകുമാരി ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതം മാറിമറിയുകയാണ്. ഫെയറി ടെയിൽ കഥകൾ പോലെ, സ്നോ വൈറ്റൊക്കെ പോലെ ഒരു അതിമനോഹരമായ ഒരു ഫെയറി ടെയിൽ കഥ പോലെ നമുക്ക് ഈ കഥ വായിച്ച് അവസാനിപ്പിക്കാം. ഇന്ന് സ്നേഹം പലപ്പോഴും ഒരു വ്യക്തിയിൽ എന്തൊക്കെ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. വിവാഹങ്ങൾ പോലും അങ്ങനെയാണല്ലോ. വിവാഹ കമ്പോളങ്ങളാണ് അല്ലേ. ജോലി, പദവി, ശമ്പളം, ജോലി സ്ഥിരത, സർക്കാർ ജോലിക്കാർക്ക് ഒരു മുന്തിയ പരിഗണന, വിലപേശൽ, അതൊക്കെയാണ് ബന്ധങ്ങളിൽ ഏറെക്കുറെ കാണുന്നത്. എന്തുണ്ട്, ഒന്നുമില്ലാത്ത ഒരാളെ ആരും സ്നേഹിക്കാൻ തുനിയില്ല, അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലേർപ്പെടാൻ തുനിയില്ല. എന്തുണ്ട് എന്നുള്ളതാണ് തൂക്കി നോക്കും. നമ്മളെപ്പോഴും സ്ത്രീധനത്തിൻ്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ അല്ലേ. സ്ത്രീ ധനം അല്ലേ, സ്ത്രീയുടെ കൂടെ വരുന്ന ധനം, അതിനെക്കുറിച്ചും അതിൻ്റെ അക്രമങ്ങളും അനീതിയും ഒക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ പുരുഷന്മാരും ഇത്തരത്തിലുള്ള ചില പാർശ്വവൽക്കരണം അനുഭവിക്കുന്നുണ്ട്. അത് എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എപ്പോഴും ഈ ജോലിയും സ്ഥാനവും അല്ലേ, സമ്പാദ്യവും കാറും വീടും കുടുംബ മഹിമയും ഒക്കെ അല്ലേ ഒരു ബന്ധത്തിന് ആധാരമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിലും ഈ അളവുകോലുകൾ ധാരാളമുണ്ട്. ഈ കഥ വായിച്ചപ്പോൾ ഇതൊക്കെ ഒന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നി. എല്ലാ സ്ഥലത്തും ഈ അളവുകോലുകളുണ്ട്. ജോലിയിലും ബന്ധങ്ങളിലും സമൂഹത്തിലുമെല്ലാം ഈ അളവുകോലുകൾ ഒരു ന്യായവുമില്ലാതൊക്കെ പലപ്പോഴും പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ അളവുകോലുകൾക്കൊന്നും തുനിയാത്തൊരു പ്രഭുകുമാരി, അതാണ് ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. കാണാം അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയുമായിട്ട്. ഇത്ര നേരം ഈ കഥ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.